പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മക്കളെ, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്ന സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ
ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കാമേ. പ്രിയമുള്ളവരെ, ചില സമയത്ത് നമ്മൾ വല്ലാതെ മാനസികമായിട്ട് ടയർഡാകും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം നമുക്ക് എടുത്താൽ പൊങ്ങാത്തതാകുമ്പോഴും തന്നെത്താൻ അത് ഭാരം വെക്കുമ്പോഴാണ്. ജീവിതം തന്നെത്താൻ ഭാരം വെക്കുമ്പോൾ ജീവിതം നമുക്ക് എടുത്തുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത രീതിയിൽ ജീവിതം ഭാരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നുള്ള ഒരു ഇക്വേഷൻ ബൈബിളിലുണ്ട്. അത് നമുക്ക് സെൽഫായിട്ട് പേഴ്സണലായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മളിൽ വസിക്കുന്ന ദൈവമായിരിക്കണം നമ്മുടെ ജീവിതം ഏറ്റെടുക്കേണ്ടത്. അപ്പം നമ്മൾ വസിക്കുന്ന ദൈവമായിരിക്കണം നമുക്ക് പകരം നമ്മുടെ എടുത്താൽ പൊങ്ങാത്ത ജീവിതഭാരം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് കർത്താവ് സിങ്കാക്കുന്നുണ്ട്. എങ്ങനെയാണ്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ജീവിതം എടുത്താൽ പൊങ്ങാത്തായി തോന്നുന്നവരും എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് വരിക. അപ്പം എൻ്റെ അടുത്ത് വന്നാൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറയണം, അല്ലേ? മത്തായി 11:28-29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാ പറയണത്. കാര്യം ഈശോ ആ ഭാരം നമുക്കെടുത്താൽ പൊങ്ങാത്ത ഭാരം ഈശോ ഏറ്റെടുക്കാവുന്നത്. പക്ഷെ അതെങ്ങനെ എടുക്കും എന്നുള്ളതിൻ്റെ അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് കൂടി അറിയണം. മെക്കാനിസം ആരാ പറയണത്? അത് യോഹന്നാൻ തന്നെ പറയണത്. 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ, എന്നിൽ വസിച്ചുകൊണ്ടാണ് പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:5. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അപ്പൊ ഈ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യണതല്ലേ? അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? അവൻ നമ്മളിൽ വസിക്കും. നമ്മൾ വസിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ജോലി ചെയ്യണ പോലെ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെയാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എന്താ കാര്യം? നല്ല ക്ലേശങ്ങളുടെയും ഭാരങ്ങളുടെയും കാലത്ത് കർത്താവിൻ്റെ വചനം സാക്ഷിയാക്കി വചനം പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ഭാരം ദൈവം ഏറ്റെടുക്കുമെന്ന് ചുരുക്കം. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആൻസി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് നന്ദിപുലം എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ലഭിച്ച എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ലഭിച്ചൊരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2022 ഫെബ്രുവരി മാസം ഏകദേശം ഒരു മാസാവസാനം ആയപ്പോഴാണ് എൻ്റെ വലത്തെ ബ്രസ്റ്റിൽ എനിക്ക് ഒരു തടിപ്പുണ്ടാവുകയും ആ തടിപ്പ് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി ആ ബ്രസ്റ്റ് മുഴുവനായി വ്യാപിക്കുകയും ഏതാണ്ട് ഒരു പാറക്കല്ല് ഇരിക്കുന്ന ഒരു അനുഭൂതിയിൽ തീർണയുണ്ടായി. അങ്ങനെ കുറേ നാൾ ഡോക്ടറെ കാണാണ്ട് എനിക്കൊരു പേടിയും ഇത് ക്യാൻസർ ആണോ എന്നുള്ള ഒരു ഭയപ്പാടും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാണ്ട് കുറേ നാൾ നടന്നു. ഏകദേശം ഒരു ഏപ്രിൽ 27-ാം തീയതി ആയപ്പോഴാണ് ഞാൻ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്. അത് എൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്.
അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആ ഭാഗം, ആ കല്ലപ്പിലുള്ള ഭാഗം മുഴുവൻ പഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രസ്റ്റ് ഇന്ന് തന്നെ ഈ പഴുപ്പ് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണം. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡാണ് ഹോസ്പിറ്റലിലുണ്ടായിരുന്നത്. അന്ന് തന്നെ ഞങ്ങൾ സർജനെ കാണാൻ പോയി. സർജനെ കണ്ടു. അന്ന് വൈകിട്ട് ഒരു 6 മണി 6:30 കൂടിയാണ് ആ സർജറി ചെയ്തത്. അപ്പോൾ തടിപ്പ് ഒരു ബ്രസ്റ്റ് മുഴുവനായിട്ട് ഏതാണ്ട് ഉള്ളത് കൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു തടിപ്പ് എന്തായാലും ഫുള്ളായിട്ട് എടുത്ത് കളയാൻ പറ്റില്ല, തനിക്ക് ഇത്ര പ്രായമില്ലായിട്ടുള്ളൂ, അതുകൊണ്ട് അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, തനിക്കത് കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കും, അതുകൊണ്ട് പഴുപ്പുള്ള ഭാഗം നമുക്ക് DNC ചെയ്യുന്ന പോലെ റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ അന്ന് തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഒരു 2-3 ദിവസം അഡ്മിഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് സ്റ്റിച്ച് ഇടാൻ പറ്റത്തില്ല. കാരണം അന്ന് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഈ പഴുപ്പിനെ അവർ ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി പിറ്റേ ദിവസം റിസൾട്ട്, ഒരാഴ്ച സമയം എടുത്തു. അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വന്നു. റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ക്യാൻസർ അല്ല, പക്ഷേ ഇത് ഗ്രാനുലോമാറ്റസ് മസ്റ്റലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം രോഗമാണ്. ഇതിന് പ്രത്യേകിച്ചൊരു മെഡിസിൻ ഇല്ല എന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മെഡിസിൻ ഇല്ലാത്തൊരു രോഗമായിരുന്നു ഇത്. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഈ പഴുപ്പ് വരുമ്പോൾ അപ്പോൾ തന്നെ സർജറി ചെയ്ത് ആ പഴുപ്പിനെ കളയുക എന്നുള്ളതാണ് ഇതിൽ ട്രീറ്റ്മെൻ്റ് ഉള്ളൂ. എങ്കിലും തന്നെ പഴുപ്പിൻ്റെ ആ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾ സ്റ്റിറോയിഡ് എനിക്ക് ട്രീറ്റ് ചെയ്ത് തന്നു. ഞാനത് കഴിച്ചുകൊണ്ടിരുന്നു. അതൊരു 3-4 ആഴ്ചത്തോളം കഴിച്ചു. ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കൽ എനിക്ക് ഈ രോഗത്തിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. എൻ്റെ സ്ഥിതി ഭയങ്കര തീവ്രമായി കൂടിക്കൊണ്ടിരുന്നു, പഴുപ്പ് കൂടിക്കൊണ്ടിരുന്നു. ആ പഴുപ്പ് ഇങ്ങനെ പൊട്ടി ഒലിച്ച് തുടങ്ങി. മുറിവ് ഉണങ്ങിയിട്ടില്ല, സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്റ്റിച്ച് ചെയ്യാത്തത് ഈ പഴുപ്പ് ഒരിക്കലും മാറില്ല. ഇത് സ്റ്റിച്ച് ചെയ്താൽ തന്നെ വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം വീണ്ടും തുരക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യരുത്, സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുറിവ് ഉണങ്ങാതെ ഇതിൽ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര വേദന. എൻ്റെ കൊച്ചിനെ എനിക്ക് എടുത്ത് എൻ്റെ നെഞ്ചത്ത് കിടത്താൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനാകെ തളർന്നു. 1 മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും പറ്റണില്ല. വേദന കൊണ്ട് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഈ സ്റ്റിറോയിഡ് കഴിച്ചതിന് ശേഷം എനിക്ക് ആകെ ബുദ്ധിമുട്ടുകൾ കൂടുന്നല്ലാണ്ട് കുറയണില്ല. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ആ ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റിറോയിഡിന് ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ, വേറെ മരുന്നുകളൊന്നുമില്ല, എങ്കിലും ഡോസ് കുറച്ച് തരാമെന്ന് പറഞ്ഞ് ആൾ ഡോസ് കുറച്ച് തന്നു. എങ്കിലും ഇതിൽ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ബ്രസ്റ്റിലുണ്ടായിരുന്ന തടിപ്പ് എൻ്റെ ഇടത്തെ ബ്രസ്റ്റിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ആ ബ്രസ്റ്റിലും ഇതേപോലെ പഴുപ്പ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ആ ബ്രസ്റ്റും ഇതേപോലെ എനിക്ക് സർജറി ചെയ്ത് ആ പഴുപ്പ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഡോക്ടർ പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഞാനൊരു വേറെ ഡോക്ടറെ റെഫർ ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് വീണ്ടും പോയി. അവിടെ മെയിൻ സർജനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ആൾ പറഞ്ഞു ഈ ഇതിൻ്റെ ക്വാണ്ടിറ്റി വ്യാപ്തി കൂടുതലാണ്, ഈ ബ്രസ്റ്റിലെ ഉള്ള പഴുപ്പിൻ്റെ വ്യാപ്തി, അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യാമെന്നല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല, എങ്കിലും നമുക്കിത് MRI മാമോഗ്രാം ഒക്കെ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ അവസ്ഥ എന്ന്. എന്നിട്ട് MRI ചെയ്യാനായിട്ട് ഒരു ദിവസം എടുത്തു. അപ്പോഴൊക്കെ എൻ്റെ അവസ്ഥ ഭയങ്കര ഗുരുതരമായിരുന്നു. കാരണം എനിക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റില്ല, എൻ്റെ നെഞ്ച് 2 ബ്രസ്റ്റും ഒന്നിനും പറ്റില്ല, വേദന വിങ്ങി. നമുക്കൊരു ചെറിയൊരു കാലിലൊരു മുറിവുണ്ടായാൽ തന്നെ ആ പഴുപ്പ് വരുമ്പോൾ നമുക്കുള്ള വേദന ഈ 2 ബ്രസ്റ്റിലും പഴുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള വേദന സഹിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. അങ്ങനെ ഈ ഡോക്ടറെ കണ്ട് വീണ്ടും MRI ചെയ്യാൻ പോയി. MRI ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടി. റിസൾട്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് സർജറി ചെയ്യാമെന്നല്ല നിവർത്തിയുള്ളൂ. ഇത് സർജറി ചെയ്ത് ഇപ്പോൾ ഒരു ബ്രസ്റ്റിൻ്റെ, ഇപ്പോൾ ഇടത്തെ ബ്രസ്റ്റിൽ അധികം പ്രശ്നമായിട്ടില്ല, ഇപ്പോൾ വലത്തെ ബ്രസ്റ്റാണ് ഒരു 3/4 ഭാഗോളം ഏതാണ്ട് പഴുപ്പായി. അപ്പോൾ ആ 3/4 ഭാഗം എടുത്ത് കളഞ്ഞ് നമുക്ക് അവിടെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യാം
അത് ചെയ്യണമെങ്കിൽ തന്നെ അടുത്തോളം ഭാഗം പഴുക്കാതെ ഉണങ്ങണം. അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇത് ഇനി എടുത്താൽ തന്നെ ഇനി ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സർജറി എത്രത്തോളം സക്സസ് ആവുമെന്ന് ഡോക്ടർ ഉറപ്പ് പറയുന്നില്ല. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അങ്ങനെ പോകുന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി സർജറിക്ക് എന്നാൽ തനിക്ക് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് നമുക്ക് നിങ്ങളിത് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, എന്നിട്ട് വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ നിന്ന് അങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടുകാരോട് പറഞ്ഞു. എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഞാനും ആകെ തളർന്നു. ഇനി ഇതെന്താവും എന്ന് എനിക്കൊരു പിടിപാടുണ്ടായിരുന്നില്ല. മരുന്നില്ലാത്തൊരവസ്ഥ, മരുന്ന് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഡോക്ടർ എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ലാസ്റ്റ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് തന്നത് ഈ വേദനയുടെ ഈ പെയിൻ കില്ലേഴ്സ് മാത്രമായിരുന്നു. പെയിൻ കില്ലേഴ്സ് എന്നും 3 നേരമൊക്കെ കഴിച്ച് 3 നേരം എന്നുള്ളത് 5-6 നേരമായി. പിന്നെ എനിക്കത് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥകൾ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മേമ പറഞ്ഞിരുന്നു, കൃപാസനത്തിൽ നീ ഒന്ന് പോയി പ്രാർത്ഥിക്ക്, അവിടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കും, അവിടെ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനപ്പോൾ മേമോട് പറഞ്ഞു, മാതാവ് എവിടെയുള്ളതല്ലേ, അവിടെ തന്നെ മാത്രം പോയി പ്രാർത്ഥിക്കണം എന്നുണ്ടോ, അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ച് അത് പിന്നെ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മലയിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയി യാതൊരു നിവൃത്തിയില്ലാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടുന്ന് എൻ്റെ അമ്മ എങ്ങനെയോ ഈ കൃപാസനത്തെ അറിയാൻ തുടങ്ങി, ഒരു ബ്രദർ വഴി അറിയാൻ തുടങ്ങി. അപ്പോൾ അമ്മ ഓഗസ്റ്റ് 18 2022 ഓഗസ്റ്റ് 18 കൃപാസനത്തിൽ വന്ന് അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന് പിന്നെ എനിക്ക് ഈ മലയിലത്തെ ഡോക്ടർ പറഞ്ഞ് നിവൃത്തിയില്ലാതായപ്പോൾ എനിക്ക് ആകെ വിഷമമായി. പിന്നെ അമ്മ പറഞ്ഞു, നീ ഇനി അമ്മോട് പ്രാർത്ഥിക്ക്, അവിടെ നിന്നാണ് ഇനി എല്ലാം തരുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഡോക്ടേഴ്സുമാർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് അവർ വിധി എഴുതി. അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ അന്ന് ഓഗസ്റ്റ് 18 പോയി വന്നിട്ട് എനിക്ക് ഉപ്പും തേനും പിന്നെ അമ്മയുടെ കയ്യിൽ കിട്ടിയ ആ തൈലവും എനിക്ക് എൻ്റെ 2 ബ്രസ്റ്റുകളിൽ തേച്ച് തരായിരുന്നു. അങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ചു. അമ്മ ഒരു പ്രത്യക്ഷീകരണ ഉടമ്പടി പ്രാർത്ഥന ഞാൻ അമ്മയുടെ ബുക്കിൽ നിന്ന് എഴുതിയെടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൂടി, കൊന്തകൾ എത്തിക്കാൻ തുടങ്ങി. അമ്മ ഈ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഭക്ഷണങ്ങൾ അതിൽ ഒരു പാർട്ടായിട്ട് അമ്മയുടെ കൂടെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെയൊന്നും നിൽക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ, എങ്കിലും ഞാൻ അമ്മയുടെ കൂടെ നിൽക്കാൻ തുടങ്ങി. പിന്നെ അമ്മ പോകുമ്പോഴൊക്കെ ഈ പത്രം വാങ്ങിച്ച് കൊടുക്കാനുള്ള ഒരു ഇത് തുടങ്ങി. പിന്നെ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അങ്ങനെ കുറേ അപ്പോൾ ഈ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം, മരുന്ന് കഴിക്കാനില്ല. ഡോക്ടറെ കാണാൻ എനിക്ക് ഇപ്പോൾ പോകാൻ ഇഷ്ടമില്ലാത്തൊരവസ്ഥയായി, ഡോക്ടറെ കാണണ്ട എന്നുള്ള ഒരവസ്ഥയായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒത്തിരി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ മാതാവിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും 5:30 മണിക്ക് മുടങ്ങാതെ ഞാൻ ചൊല്ലുമായിരുന്നു. ഈ മാതാവിൻ്റെ ഈ കൊന്ത എത്തിക്കുകയായിരുന്നു. പിന്നെ ഉപ്പ് ഞാൻ എൻ്റെ കുളിക്കുന്ന വെള്ളത്തിലിട്ട് കുളിക്കും. എൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കണതിൽ ഉപ്പിട്ട് കഴിക്കും. അങ്ങനെ തേനും ഞാൻ കഴിച്ചിരുന്നു. അങ്ങനെ പിന്നെ അമ്മ തരുന്ന ആ തൈലം എൻ്റെ 2 ബ്രസ്റ്റുകളിലും അമ്മ തന്നെ എനിക്ക് തേച്ചു തരുമായിരുന്നു. അങ്ങനെ ആ കാലയളവ് കഴിഞ്ഞു. ഈ റൈറ്റ് ബ്രസ്റ്റിലെ അവസ്ഥ ഗുരുതരമായി തുടങ്ങി. പഴുപ്പ് ഇങ്ങനെ ബ്രസ്റ്റ് വന്ന് വീർക്കാൻ തുടങ്ങി. പഴുപ്പ് വീർത്ത് ആദ്യമൊക്കെ പഴുപ്പ് പൊട്ടിപ്പോയായിരുന്നു, പിന്നെ ഇത് പൊട്ടുന്നില്ല. ഇത് വീർത്ത് ബ്രസ്റ്റ് ആകെ വികൃതമായി തുടങ്ങി. ഒന്നാമത് സർജറി ചെയ്ത കാരണം കൊണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ അതവിടെ ഒരു മാർക്ക് പോലെയുണ്ട്. പിന്നെ ഈ ബ്രസ്റ്റ് പഴുപ്പ് വന്ന് വീർത്ത് ഷേപ്പ്ലെസ് ആയി തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ അമ്മ 1 മാസം കഴിഞ്ഞു, ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് 1 മാസമായി. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു, ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് നമുക്കൊരു ബ്ലെസ്സിങ് വാങ്ങിയിട്ട് ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. നീ നന്നായി പ്രാർത്ഥിക്കുക, അച്ഛനെ കാണാനുള്ള സാഹചര്യം ഒരുക്കാനൊക്കെ. അപ്പോൾ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ സെപ്റ്റംബർ മാസം 23 ഞങ്ങളിങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരുന്നത്. അന്ന് എന്തോ ഹർത്താലൊക്കെ ആയി.
അപ്പോൾ അന്ന് വരാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ഈ ബ്രസ്റ്റ് വീർത്ത് നിൽക്കാനിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനപ്പോൾ ഈ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന 5:30 മണിക്ക് എന്നുള്ളത് ഞാനിപ്പോൾ എല്ലാ നേരവും ചൊല്ലാൻ തുടങ്ങി. എൻ്റെ വേദന സഹിക്കാനുള്ള ശക്തി തരാൻ വേണ്ടി എല്ലാ നേരവും ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ 23-ാം തീയതി ഉള്ളത് 27-ാം തീയതി എന്ന ദിവസത്തേക്ക് മാറ്റി. ദൈവമേ, എനിക്ക് അത്ര ദിവസം കൂടി നിൽക്കാനുള്ളൊരു ആരോഗ്യം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡും എന്നെ ചീത്ത പറഞ്ഞു തുടങ്ങി. നീ ഇതിങ്ങനെ വെച്ചിരുന്ന് നീ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവും, നീ ഡോക്ടറെ കൺസൾട്ട് ചെയ്യ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഇനി എന്തൊരു ട്രീറ്റ്മെൻറ്റ് നടത്തുകയുള്ളൂ. അങ്ങനെ ഞാൻ തന്നെ വാശി പിടിച്ചിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ തന്നെ വാശി പിടിച്ച് അങ്ങനെ ഇരുന്നു. 27-ാം തീയതി വരെ വെയിറ്റ് ചെയ്തു. സെപ്റ്റംബർ 27-ന് ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് അപ്പോൾ അച്ഛനെ കാണാൻ ഇവിടെ നിന്ന് ടോക്കൺ കിട്ടും. ആ ടോക്കന് വേണ്ടി രാവിലെ തൊട്ട് അവിടെ വരി നിന്നു. രാവിലെ തൊട്ട് വരി നിന്നെങ്കിലും ആ ടോക്കൺ അവർ 2 മണി തൊട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഇവിടെ അനൗൺസ് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ടോക്കൺ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്ന് എൻ്റെ അമ്മ പിന്നെ ആകെ കരച്ചിലും ആകെ. എനിക്കാണെങ്കിൽ ഈ ബ്രസ്റ്റ് ഇവിടെയാണെങ്കിൽ നല്ല തിരക്ക്, എനിക്ക് ഈ ബ്രസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ട്. ആരെങ്കിലും ഒന്ന് എന്നെ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ അതെൻ്റെ മരണതുല്യമായിട്ടുള്ള വേദനയാണ്. അങ്ങനെ അമ്മ എന്നെ ഒരു സ്ഥലത്ത് ഇരുത്തി. അമ്മ വീണ്ടും അവിടെ പോയി പറഞ്ഞ് അവർ ടോക്കൺ കൊടുത്തു. ആ ടോക്കണും കൊണ്ട് ഞാനിവിടെ വന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ ആ കുരിശും ഒക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ആ തൈലം എൻ്റെ കയ്യിൽ എടുത്തിട്ട്, എൻ്റെ കൈ കൊണ്ട് തന്നെ ആ തൈലം എടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, നീ സുഖപ്പെട്ട് കഴിഞ്ഞാൽ നീ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ആ തൈലം അച്ഛൻ എൻ്റെ കൈ കൊണ്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ ഇത് ഒരു 3 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് 2 ബ്രസ്റ്റിലായിട്ട് കുരിശു വരയ്ക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ബാത്റൂമിലേക്ക് പോയി. ഇവിടുത്തെ ബാത്റൂമിൽ തന്നെ പോയി ഇത് 3 വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഈ കുരിശു വരച്ച സമയത്ത് ആ ബ്രസ്റ്റിൽ വീർത്ത് നിൽക്കുന്ന ആ പഴുപ്പ് പൊട്ടി. അത്രയും ദിവസം പൊട്ടാതെ ഇപ്പോൾ പൊട്ടും എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു അവസ്ഥ. അന്ന് എന്നെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ അന്ന് തന്നെ സർജറി ചെയ്യും. ഞാനപ്പോൾ ഈ വിശ്വാസത്തിന് മേലെ പിടിച്ചു നിന്ന് 27-ാം തീയതി വരെ എത്തിച്ച് ഇവിടെ വന്ന് ഈ തിരക്കിൻ്റെ ഉള്ളിൽ നടന്നെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബ്രസ്റ്റ് നോക്കിയായിരുന്നു, എൻ്റെ ഡ്രസ്സ് നനയുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അങ്ങനെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അച്ഛൻ ആ തൈലം എനിക്ക് തന്ന് ഞാനിത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചതിന് ശേഷമാണ് ആ ബ്രസ്റ്റ് അവിടെ പൊട്ടി. അത് മുഴുവൻ പഴുപ്പൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. എൻ്റെ ഡ്രസ്സാകെ നനഞ്ഞു. ഞാൻ പിന്നെ കോട്ടണും ഇതൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ ക്രോസ് ബാഡൊക്കെ ഞാൻ ബാഗിൽ സൂക്ഷിച്ചിരുന്നു. പെട്ടെന്ന് അമ്മേനെ വിളിച്ചു. അമ്മ വന്നു, ആ കോട്ടണൊക്കെ എടുത്തു. ബ്രസ്റ്റിൽ നിന്ന് ഈ പഴുപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒഴുകി ഒരുവിധം ആ പഴുപ്പൊക്കെ പുറത്തേക്ക് പോയി. എന്നിട്ട് അത് പാച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ തന്നെ അങ്ങനെ ആ പാച്ച് ചെയ്ത് അന്ന് ഞാനിവിടെ നിന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം ഞാൻ രാജഗിരി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് രാജഗിരി ഹോസ്പിറ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടറെ കാണാനായിട്ട് പോയി. ആ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറോട് ഈ റിസൾട്ടുകളെല്ലാം കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, താനിത് പേടിക്കൊന്നും വേണ്ട, ഇത് ഒരിക്കലും ഒരു ക്യാൻസർ ആവില്ല, പിന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റും ഇല്ല. പിന്നെന്ന് വെച്ചാണെങ്കിൽ ഇത് ഇങ്ങനെ പഴുപ്പ് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ പഴുപ്പിനെ ഇനി ഒരിക്കലും അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അമലയിലത്തെ ഡോക്ടർ പറഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാതെ ഇനി ഒരു അവസ്ഥയും നടക്കില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം ഞാൻ ഈ രാജഗിരിയിലെ മെയിൻ ഡോക്ടറെ, ക്യാൻസറിൻ്റെ ഓൺകോളജി ഡോക്ടറെയാണ് കണ്ടത്, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ. ആ ഡോക്ടർ പറഞ്ഞത് ഇത് ക്യാൻസർ ഒരിക്കലും ആവില്ല, താനിനി ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടിയും വരില്ല, ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ താനേ മാറിക്കോളും, തനിക്കിനി. അപ്പം ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിനൊന്നും തനിക്കൊരു യാതൊരുവിധ തടസ്സവും ഉണ്ടാവില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങനെ എനിക്കൊരു അനുഗ്രഹം ഉണ്ടായി. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ബ്രസ്റ്റിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. എൻ്റെ 2 ബ്രസ്റ്റും ഓക്കെയാണ്. തടിപ്പ് ഒരു 90%, പാറക്കല്ല് പോലെ ഉണ്ടായിരുന്ന ആ തടിപ്പ് ഒരു 90% മാറി.
നല്ല സോഫ്റ്റായി ഒരു പഴുപ്പോ വേദനയോ എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യണുണ്ട്, ഓൺലൈൻ വർക്കാണ്. അപ്പോൾ 8 മണിക്കൂർ 8 hours കംപ്ലീറ്റ് ചെയ്യണം ഒരു ദിവസം. എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷം 8 hours പോയിട്ട് 1 hour പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അവസ്ഥ കണ്ട് പിന്നെ എൻ്റെ ജോലിക്കാർ അവരൊന്നും പറഞ്ഞില്ല, അവർ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇന്ന് ഞാൻ ഫുൾ ഓക്കെയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു പഴുപ്പും വന്നിട്ടില്ല, വേദനയും വന്നിട്ടില്ല, കല്ലപ്പ് കൂടുകയോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അമ്മ മാതാവിന് 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയാം. കാരണം ഒരു അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം തീർക്കപ്പെടുന്നത്, അമ്മയുടെ ഒരു കരുതൽ, ഈശോയുടെ കരുതൽ നന്നായി അനുഭവിച്ചിരിക്കുന്ന ആളുകളിലൊക്കെ അതിന് പരിപൂർണമായിട്ട് ഈ മകൾ അമ്മയോടൊപ്പം സ്വന്തം അമ്മ ഉടമ്പടിയെടുത്തു. ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഈ മകളും കൂടെ നിന്നു എന്നുള്ളതാണ്. ഒരിക്കലും അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് യാതൊരു റോളും ഇല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയില്ല. തൻ്റെ ഈ രോഗാവസ്ഥയിലും തൻ്റെ ഈ ശാരീരിക ബുദ്ധിമുട്ടിലും അമ്മയും ഈശോയുടെത്തും എത്ര തനിക്ക് എങ്ങനെ ചേർന്ന് നിൽക്കാം. അത് അമ്മ ഉടമ്പടി എടുത്തത് കൊണ്ട് ഞാനൊന്നും ചെയ്യേണ്ട എന്ന് കരുതിയല്ല, മറിച്ച് അമ്മയോടൊപ്പം തന്നെ ഈ പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്ക് എത്രത്തോളം മഹത്വം കൊടുക്കാം എന്ന് ഈ മകൾ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമാണ്. കാരണം അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലായിരുന്നത് കൊണ്ടാണ് ഈ മഹാ അത്ഭുതത്തിന് ഇടയാനായിട്ട് ഈ മകൾക്ക് അത് അനുഭവിച്ച് അറിയാനായിട്ട് സാധിച്ചത്. ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിലും ഒരു സങ്കീർണമായിട്ടുള്ള മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്തൊരു രോഗം, മരുന്ന് കഴിച്ചാലും മാറാത്തൊരു രോഗം പരിശുദ്ധമ്മ ഈശോ ഏറ്റെടുത്ത് അത്ഭുതകരമായിട്ട് അത് രോഗസുഖത്തിലേക്ക് നയിച്ചു. അതിന് അച്ഛനെ കാണാൻ സാധിച്ചു, സൈത്ത് ഉപയോഗിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി അത് പ്രാർത്ഥിച്ചു, അത് തിരികെ പോയി. അന്ന് മുതൽ ഇന്ന് വരെ പിന്നീട് ഈ ശാരീരികമായിട്ടുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇന്ന് വരെ അനുഭവിക്കാനായിട്ട് ഇടയായിട്ടില്ല. വളരെ സൗഖ്യത്തോടുകൂടി ആയിരിക്കാനായിട്ട് കഴിയുന്നു. ഇതാണ് ദൈവത്തിൻ്റെ അമ്മയുടെ പ്രസൻസ് എന്ന് പറയുന്നത്. അത് വളരെ ശക്തമാണ്. അമ്മ പറയുന്ന വാക്കുണ്ട്, അത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഉടമ്പടി എടുക്കുന്ന ആരെടുത്തു, ഒരാൾ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ, ആ ഉടമ്പടിയുടെ ഭാഗമായി തീരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ആ എടുക്കുന്ന നാൾ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതാണ് പുറപ്പാട് 33:14 പറയുന്നത്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്. ആ അനുഭവത്തിലേക്ക് ഈ മകളെ കൂട്ടിക്കൊണ്ടുവന്ന പരിശുദ്ധ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തിരുത്തുക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോ ആരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനു, ഞാൻ പള്ളൂരുത്തിൽ നിന്ന് വരുന്നു. സെൻറ് ലോറൻസ് ഇടവകയാണ് എൻ്റെ ഇടവക. മാർച്ച് 8-ാം തീയതി എൻ്റെ മകന് ജൂഡിന് ഒരു പനി ഉണ്ടാവുകയും, സാധാരണ പനിയൊക്കെ വരാറുണ്ട്, അതുപോലെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 9-ാം തീയതി ആയപ്പോഴത്തേക്കും പനിയുടെ ഇത് കൂടുകയും ഞങ്ങൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും അവർ പനിക്കുള്ള മരുന്നും ഛർദിലിൻ്റെ മരുന്നും അവർ തന്ന് ഞങ്ങളെ തിരിച്ചു വിട്ട്. പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവന് പനി ഭയങ്കരമായിട്ട് കൂടുകയും നെഞ്ചുവേദനയും വയറുവേദനയും ചുമയും കൂടുകയും ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഒരുപാട് വർദ്ധിക്കുകയാണ് ചെയ്തത്. 10-ാം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഞായറാഴ്ച ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, രാത്രി ഒരു 11:30-12 മണിയായപ്പോഴത്തേക്കും പിന്നെയും എറണാകുളം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും അവർ പറഞ്ഞ് എക്സ്റേയും അതുപോലെ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേക്കും കൊച്ചിന് ബ്ലഡിന് ഇൻഫെക്ഷൻ ആണെന്നും നമുക്ക് പീഡിയാട്രിക്കിനെയും സർജനെയും കണ്ടപ്പോഴത്തേക്കും അവർ 100% പറയണത് കൊച്ചിന് അപ്പൻഡിക്സ് ആണെന്നും സർജറി വേണമെന്നും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്നെങ്കിൽ കളമശ്ശേരിയിലോട്ടും അല്ലെങ്കിൽ കോട്ടയത്തോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ അൾട്രാസൗണ്ട്, വയറിന് അൾട്രാസൗണ്ട് ഇല്ലാത്തത് കൊണ്ടിട്ട്, സ്കാൻ ഇല്ലാത്തത് കൊണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യണമെന്നും പറഞ്ഞു. ഒരു പനിയാണെന്നും പറഞ്ഞ് ഞങ്ങൾ ചെന്നതായിരുന്നു. പക്ഷേ അത് ഇത്രയും വലിയ കാര്യമാകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഞാൻ അപ്പം തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് ഞങ്ങൾ കൊണ്ടുപോവുകയും അവിടെ അൾട്രാസൗണ്ടിൻ്റെ സ്കാൻ ചെയ്യുകയും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി ഈശോയെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും കൊച്ചിന് യാതൊരുവിധ കുഴപ്പമില്ലെന്ന് കണ്ട്. പക്ഷേ ബ്ലഡിന് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടിട്ട് 7 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്ത് രാവിലെയും വൈകുന്നേരവും ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് പനിയൊക്കെ മാറി നന്നായിട്ട്, നേരത്തേനേക്കാളും നന്നായിട്ട് കൊച്ചു നടക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു.
പക്ഷേ ഡോക്ടർമാർ നമ്മളോടൊന്നും വേറെ ഒന്നും പറഞ്ഞിരുന്നില്ല. അസിസ്റ്റന്റ്മാർ വന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ കേൾക്കണത് കൊച്ചിന് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂമോണിയ ആണെന്ന്. പിന്നെ ശ്വാസകോശത്തിൽ കഫം തിങ്ങി നിൽക്കുന്നത് കൊണ്ടിട്ട് നന്നായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം കൊച്ചിനെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും ESR 70 മുകളിലായിരുന്നു. ശരിക്കും ESR ഉണ്ടായിരിക്കേണ്ടത് 0 തൊട്ട് 15 വരെ പാടുള്ളൂ. പക്ഷേ കൊച്ചിന് 70 മേലെയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് 90 മേലെയായത്. ഇവർക്ക് ESR കൂടുതലായത് കൊണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന്, എന്താണ് രോഗമെന്ന് പറയാനായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞ് നമുക്ക് TBയുടെ ടെസ്റ്റ് നടത്തണം. അതിനായിട്ട് നമുക്ക് രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ചാർജറിൻ്റെ പോലത്തെ വയറിൻ്റെ ആ ഒരു ട്യൂബ് കൊച്ചിൻ്റെ മൂക്കിൽ കൂടി ഇറക്കിയിട്ട് വയറിൽ വരെ അത് നിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കുമാണ് അവരത് എടുക്കണതെന്ന് പറഞ്ഞ് കൊച്ചിന് മൂക്കിൽ കൂടി ആ ട്യൂബ് ഇട്ടിട്ട് രാത്രി വരെ അവനത് വെച്ചിട്ട് കിടന്ന്. പക്ഷേ അപ്പോഴും നേഴ്സുമാർ വന്ന് പറഞ്ഞ് കൊച്ചുങ്ങൾ ഈ മൂക്കിൽ കൂടി ഇത് ഇട്ടേക്കണ കൊണ്ടിട്ട് കിടക്കൂല, ചിലപ്പോൾ പാതിരാത്രി ആകുമ്പോഴത്തേക്കും അത് തട്ടിക്കളയും, അപ്പോൾ അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ്. മിക്ക പിള്ളേരും അങ്ങനെ തന്നെ ചെയ്യണേന്ന് പറഞ്ഞ്. ഒരു വെളുപ്പിനെ ഒരു 5 മണി വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാനൊന്ന് കണ്ണ് തുറന്നപ്പോഴത്തേക്കും കൊച്ചിൻ്റെ മൂക്കിൽ അത് കാണാനില്ല. നോക്കുമ്പോഴത്തേക്കും പുതപ്പിൽ വന്ന് കിടക്കണ്. പിറ്റേന്ന് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ് നമുക്ക് ഒന്നും കൂടി അതിടണം. അവരപ്പം തന്നെ അതെടുത്ത് ഞാൻ എടുക്കുമ്പോഴത്തേക്കും കാണുന്നത് ട്യൂബിൽ ചോരയാണ് കാണുന്നത്. എനിക്ക് എന്തെന്നറിയാൻ പാടില്ല, എൻ്റെ ജീവിതവും അതുപോലെ തന്നെ ഞങ്ങളുടെ സാഹചര്യങ്ങളും മറിയണേള്ളാന്ന് തോന്നി. അപ്പോഴത്തേക്കും പിന്നെ വന്നിട്ട് പറഞ്ഞ് ഇത് ആദ്യത്തെ ടെസ്റ്റിൻ്റെ സാമ്പിളാണ്, നമുക്ക് 2 സാമ്പിൾ വേണം ടെസ്റ്റിന്, ഒന്നും കൂടി ഇടണം. പിറ്റേ ദിവസം രാത്രി ഇതേപോലെ ഒന്നും കൂടി ഇട്ടിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് എടുക്കണമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞ് നമ്മൾ ഉറങ്ങാതെ നമുക്കിരിക്കണം, അല്ലെങ്കിൽ ഇത് പിന്നെയും തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിറ്റേ ദിവസം പിന്നെയും കൊണ്ട് ഇടേണ്ടി വരും, അതുകൊണ്ട് ഉറങ്ങാതെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2 കൊല്ലമായിട്ട് ഇവിടെ അഖണ്ഡ ജപമാലയ്ക്ക് വന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പം എനിക്ക് അഖണ്ഡ ജപമാലയിൽ വെച്ചിട്ട് ഒരു ചേച്ചി നിയോഗ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് ഓടിപ്പോയി അവിടെ നിന്ന് വാങ്ങിച്ച് എൻ്റെ കയ്യിൽ ആ പ്രാർത്ഥന കയ്യിലുണ്ടായിരുന്നു. ഞാനത് 9 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കൃപാസന പേപ്പറും വെച്ച് പ്രാർത്ഥിച്ച് നിന്ന് പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് കൊച്ചിന് TBയുടെ റിസൾട്ടിൽ ആദ്യത്തെ റിസൾട്ട് കിട്ടി, അത് നെഗറ്റീവാണ്, അതുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ മാർച്ച് 11-നാണ് അവിടെ അഡ്മിറ്റ് ചെയ്തത്. 18-ാം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് പോണേണ്. 10 ദിവസം കഴിഞ്ഞ് കൊച്ചിനെയും കൊണ്ടുവന്ന് ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. അതായത് 28-ാം തീയതി, മാർച്ച് 28-ാം തീയതി പെസഹ വ്യാഴാഴ്ചയാണ്. ഞങ്ങൾ വേറെ കുഴപ്പമൊന്നുമില്ല, ആദ്യത്തെ ടെസ്റ്റ് നെഗറ്റീവാണ്, അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, ഇനിയും ചെല്ലാം എന്നും പറഞ്ഞ് ഞങ്ങൾ ഇവനെയും കൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് 2ാമത്തെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്ന് അത് പോസിറ്റീവാണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇവർ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുള്ള. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ച് ഡോക്ടറിനെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് കൊച്ചിന് കഴുത്തിൽ കഴലകളുണ്ട്, അതുകൊണ്ട് നമുക്ക് പിന്നീട് ഇത് കുത്തി പരിശോധിക്കേണ്ടി വരും എന്നുള്ള രീതിയിലും പറഞ്ഞ് ആകെ വല്ലാത്തൊരവസ്ഥ. ഞങ്ങൾ പെസഹ വ്യാഴാഴ്ച, അപ്പോൾ എനിക്ക് എല്ലാ കൊല്ലവും പെസഹ വ്യാഴാഴ്ച എന്തെങ്കിലും ഒരു സങ്കടം ദൈവം തരും. അത് വീട്ടിലാണ് പൊതുവേ ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം ആദ്യമായിട്ടാണ്. ഞങ്ങൾ സങ്കടത്തോടെ വന്ന് ഞാൻ അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്കും എൻ്റെ പാനിയൊക്കെ എല്ലാം ചീത്തായി പോണേണ്. കാരണം എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിനെയും കൊണ്ട് പുറത്തോട്ട് പോകരുത്, ആളുകൾ കൂടി നിൽക്കുന്നിടത്തൊന്നും നിൽക്കരുത്. ഞാൻ പെസഹ വ്യാഴാഴ്ച ചെന്ന് അത് കഴിഞ്ഞ് ദുഃഖ വെള്ളിയാഴ്ച നഗരി കാണിക്കലിന് ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇടവകയിലുള്ള നഗരി കാണിക്കാൻ വേണ്ടി രൂപം പുറത്തോട്ട് ഇറക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് വഴിയിലൂടെയൊക്കെ നടന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് നിൽക്കണമായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ മുമ്പിൽ അമ്മമാരെല്ലാവരും പിള്ളേരെയും കൊണ്ട് പള്ളിയിലോട്ട് വന്നതാണ് കണ്ടത്. ഞാൻ നെഞ്ച് പൊട്ടി തകർന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഈശോയെ എനിക്ക് എൻ്റെ മകനെയും കൊണ്ടുവന്ന് എനിക്കിങ്ങോട്ട് വരാനായിട്ട് പറ്റണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ച്. അപ്പോൾ എൻ്റെ ചേച്ചി അയർലൻഡിലെ നേഴ്സാണ്. അവൾ പറഞ്ഞ് നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ പെട്ടെന്ന് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കാണിച്ചു തന്നോ എന്ന് പറഞ്ഞ് ഞങ്ങളപ്പം തന്നെ ചെയ്ത്. ശരിക്കും 12 മണിക്ക് ദുഃഖ വെള്ളിയാഴ്ച 12 മണിക്ക് ഞങ്ങൾ ചെയ്ത ടെസ്റ്റിൻ്റെ റിസൾട്ട് 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം വൈകുന്ന ടെസ്റ്റാണ്. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ നഗര കാണിക്കൽ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്ന്
ഞങ്ങൾ വീട്ടിലോട്ട് കയറി സെൻറ്റ് ജൂഡ് പുണ്യാളനോടൊക്കെ പ്രാർത്ഥിച്ച് എല്ലാവരോടും, വേളാങ്കണ്ണി മാതാവിനോടും സെൻറ്റ് ലോറൻസ് പുണ്യാളനോടും എല്ലാവരുടെയും മധ്യസ്ഥയിൽ തേടി കൃപാസന മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞ് കൊച്ചിന് അസുഖം മാറണമെങ്കിൽ ഒരു കുഴപ്പമില്ലെങ്കിലും വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്ന് അങ്ങനെ നിൽക്കണ സമയത്ത് 2 ദിവസം വൈകണ റിസൾട്ട് ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും റിസൾട്ട് വന്ന് അവളത് കണ്ട്, നേഴ്സായിട്ടുള്ള എൻ്റെ ചേച്ചി അത് കണ്ടിട്ട് പറഞ്ഞ്, എടി ഇവനൊരു കുഴപ്പവുമില്ല, കഴലയുടെ കാര്യങ്ങൾ ഒന്നുമില്ല എന്നാണ് കാണിക്കണത്. TBയുടെ ആണെങ്കിലും ആദ്യത്തെ ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കുകയുള്ളൂ. രണ്ടാമത്തെ ടെസ്റ്റിൻ്റെത് സാധാരണ ഇവിടെയുള്ള ആര് പരിശോധിച്ചാലും അവർക്ക് എല്ലാവർക്കും പോസിറ്റീവ് എന്നേ കാണിക്കുകയുള്ളൂ, അത് നിരോധിക്കപ്പെട്ട ടെസ്റ്റാണ് എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും ഞങ്ങൾ നിനക്ക് വേണമെങ്കിൽ ഒന്ന് TB ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറിനെ ഒന്ന് ചെന്ന് വെറുതെ കണ്ടേക്കെന്ന് പറഞ്ഞ് അവരതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് ഇവന് യാതൊരുവിധ കുഴപ്പമില്ല, ഒരു ലക്ഷണവും കാണിക്കണില്ല. ലക്ഷണമുള്ളൊരു കൊച്ചായിരുന്നെങ്കിൽ നമുക്കത് പറയാം, യാതൊന്നുമില്ല. പിന്നെ ശ്വാസകോശത്തിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അത്രയും നാൾ കഫം കെട്ടി തിങ്ങി നിന്നേച്ച ശ്വാസകോശം പോലും ക്ലിയർ ആയിട്ട് ഒരടയാളം പോലും ഇല്ലാതെ ഡോക്ടർമാർക്ക് പോലും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരത്ഭുതം അവിടെ പ്രവർത്തിക്കണേണ്. അപ്പോഴത്തേക്കും ഞങ്ങളിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. അപ്പോൾ ഭർത്താവിനാണെങ്കിൽ 7 മാസമായിട്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആകെ ഒരു വരുമാനമായിരുന്നു നിലച്ചത്. എനിക്കാണെങ്കിലും ഞാൻ MCOM വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ്. കൊച്ചിനെ ആരുടെ അടുത്താക്കും, ജോലിക്ക് ഞാൻ എങ്ങനെ പോകും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇത്രയും നാൾ നിന്നത്. പെട്ടെന്നൊരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്കും ഒന്നുമില്ല. അപ്പോൾ കൊച്ചിന് ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്, പെസഹ വ്യാഴാഴ്ച ഞാൻ പറഞ്ഞ്, ചേട്ടെ പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും സങ്കടത്തിൻ്റെ ദിവസമാണ്. ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അതെല്ലാവർക്കും സന്തോഷമുള്ളതല്ലേ, നമുക്കും അതുപോലെ തന്നെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ് കറക്റ്റ് പറഞ്ഞതുപോലെ തന്നെ ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ TB ഹോസ്പിറ്റലിൽ ചെല്ലണത്. ഡോക്ടർ പറഞ്ഞ് യാതൊരുവിധ കുഴപ്പവുമില്ല, ശ്വാസകോശത്തിലാണെങ്കിലും കടലയിലാണെങ്കിലും TBയുടെ ആണെങ്കിലും യാതൊരുവിധ കുഴപ്പവുമില്ല, കൊച്ച് പെർഫെക്റ്റായിട്ട് ഓക്കെയാണ്, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് ഈസ്റ്റർ ഞങ്ങൾക്ക് എല്ലാവരുടെയും പോലെ തന്നെ സന്തോഷമുള്ളതാക്കി തന്ന് മാതാവ്. ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാനിവിടെ വന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിൽ ആ സമയത്തുള്ളത് വെറും 500 രൂപ മാത്രമായിരുന്നു. ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാനിവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും സിസ്റ്റർ പറഞ്ഞു, ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്താലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു സങ്കടം പോലെ, കാരണം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. സാക്ഷ്യം പറയണമെങ്കിൽ ഞാനിത് രോഗം മാറിക്കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ നിന്ന് പോയപ്പോഴത്തേക്കും ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുമ്പസാരിച്ചിട്ട് മാത്രമേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ എന്നുള്ളത്. ഞാനിവിടെ നിന്ന് നോക്കി, പക്ഷേ കുമ്പസാരിക്കാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ നിന്ന് തിരിച്ചു പോകണേണ്. അപ്പം ഞാൻ ഓർക്കണേണ്, മാതാവേ ഞാനിനി എങ്ങനെ ഉടമ്പടി എടുക്കും, ഞാൻ ആരുടെ കൂടെ വരും, എനിക്ക് അറിയാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കണമായിരുന്നു. ഒരു കാരണം എല്ലാത്തിനും തടസ്സം, അതായത് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എന്നുള്ളൊരു ഇത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒരു മുട്ടും വരുത്തിയിട്ടില്ല മാതാവ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വഴിയായിട്ട് ഞങ്ങൾക്ക് സഹായങ്ങൾ എത്തണം, എല്ലാം കൊണ്ടും ഞങ്ങൾ ഇതായിട്ട് നിൽക്കണം. പക്ഷേ ജോലിയില്ല, ഒന്നുമില്ല. ആകെ ഭർത്താവിനാണെങ്കിലും വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ആദ്യം എനിക്ക് ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കാണുകയും അതുവഴി എനിക്ക് ധൈര്യം കിട്ടുകയും ഞാനെന്നാൽ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിക്കുകയും, പക്ഷേ എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ ഭാര്യ വല്യമ്മച്ചി വന്നിട്ട് പറഞ്ഞ് നമുക്ക് ഉടമ്പടി എടുക്കാം, നീ ഞങ്ങളുടെ കൂടെ പോകണ്ടാന്ന് ചോദിച്ചു. അത് രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്കാണ് ഒരു ദിവസം പറയണത്. അപ്പോഴും ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാൻ കുമ്പസാരിച്ചിട്ടില്ല, ഞാൻ കുമ്പസാരിക്കണം, എനിക്ക് കുമ്പസാരിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് പിറ്റേ ആൻറ്റി അപ്പം ആ സമയത്ത് വന്ന് പിന്നെ ആൻറ്റിയുടെ ഒരു കാര്യം നടന്ന്, അപ്പോൾ ആൻറ്റി അതിന് സാക്ഷ്യം പറയാൻ പോകാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്കും എന്നെയും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അപ്പം തന്നെ കുമ്പസാരിച്ച് ആൻറ്റിയുടെ കൂടെ ഞാനിവിടെ വന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു എനിക്കത്. ഞാനിവിടെ വന്ന് ഉപവാസം എടുത്തിട്ടാണ്, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഉപവാസം എടുത്തിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഇവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അച്ഛൻ്റെ എൻ്റെ എങ്ങനെയായിരിക്കണം ഉടമ്പടി എന്നുള്ളത് അച്ഛൻ്റെ ഇത് ഞാനവിടെ TV കാണണേണ്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പറയണേണ്, ഉടമ്പടി എടുത്ത ആൾക്കാർ എല്ലാവരും സാക്ഷ്യം പറയാൻ വേണ്ടി വരണം. ഇപ്പോൾ ഉടമ്പടി എടുത്ത ആൾക്കാർ വന്നിട്ട് സാക്ഷ്യം പറയുമ്പോഴത്തേക്കും ഒരാൾ വന്ന് ഇവിടെ നിൽക്കുന്നതാണ്, ആ കൂട്ടത്തിൽ തന്നെ 120ാമത്തെ നമ്പറിൻ്റെ ആളും സാക്ഷ്യം പറയാൻ നിൽക്കുന്നു എന്നുള്ളൊരു ഇത് കേട്ട് എൻ്റെ നമ്പർ 120 അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ നമ്പർ 120 ആണല്ല എന്നുള്ളൊരു ഇത് എനിക്ക് പെട്ടെന്ന് വന്നു. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മെയ് 23-ാം തീയതി ഉടമ്പടി എടുത്തതിൻ്റെ 2024 മെയ് 23-ാം തീയതി ഉടമ്പടി എടുത്തതിൻ്റെ വീഡിയോ യൂട്യൂബിൽ നോക്കുമ്പോഴത്തേക്കും 1 മണിക്കൂർ 35 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും സിസ്റ്റർ അവിടെ നിന്ന്, ഞാൻ പുറകിലാണ് നിന്നേച്ചത്, എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് സിസ്റ്റർ മാതാവിൻ്റെ അടുത്തോട്ട് നടുക്കോട്ട് നിർത്തണേണ്. അതായത് ഞാനും മാതാവും മുഖത്തോട് മുഖം വന്ന രീതിയിൽ നിർത്തി
അപ്പോഴത്തേക്കും എനിക്കൊരു പോസിറ്റീവായിട്ട് കിട്ടി. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത്ര ഇതായിട്ട് നിൽക്കണമായിരുന്നു. ഞാൻ 6 നിയോഗം വെച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് തന്നെയാണ്. ഞാൻ 5:45 വെളുപ്പിനെ 5:45 ബസ്സിലാണ് കയറിയത്. പക്ഷേ എനിക്ക് ഇവിടെ എത്തിയത് ഞാൻ 8:15 കഴിഞ്ഞപ്പോഴാണ്. അത്രയും തടസ്സമായിരുന്നു, എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റണില്ല. വണ്ടിയാണെങ്കിൽ പോണുമില്ല. അപ്പം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വല്യമ്മച്ചി പറഞ്ഞ് നമുക്ക് കൊന്ത ചെല്ലാൻ മോനെ, അപ്പം എല്ലാ തടസ്സവും മാറും. വണ്ടിയിലിരിക്കുന്നവരൊക്കെ പറയാൻ തുടങ്ങി എന്താ ഇത്ര തടസ്സം എന്നുള്ളത്. അപ്പം ഞാൻ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ആൻറ്റി എന്നെ കൂട്ടിയത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഇത്രയും തടസ്സം വന്നത്, ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ ഞാൻ കൂടെ ഉള്ളത് കൊണ്ടിട്ടാണെന്നുള്ളത്. അപ്പം ആൻറ്റി പറഞ്ഞു എന്താണെങ്കിലും നമുക്ക് ഈ തടസ്സമൊക്കെ മാറണം, നീ ഒരു കാര്യം ചെയ്യ്, കൊന്ത ചെല്ലാൻ തുടങ്ങുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കണ നേരത്ത് തന്നെ വണ്ടി പതുക്കെ പതുക്കെ നീങ്ങനെയാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ എല്ലാവരും പറയണ കേൾക്കാം, ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് കൂടെ വരും, അത്ഭുതങ്ങളുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലോട്ട് ചെല്ലണത് ഞങ്ങളുടെ ആ ഒരു പ്രദേശം മൊത്തം കറണ്ട് ഇല്ലാത്തൊരു സമയത്താണ് ചെല്ലണത്. ഇരുട്ടത്താണ് ഞാൻ മാതാവിനെയായിട്ട് വീട്ടിലോട്ട് ചെല്ലണത്. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ എങ്ങനെ ഈ ഇരുട്ടത്ത് വെച്ചിട്ട് മാതാവിനെ ഇന്ന് പ്രാർത്ഥന ചെല്ലും എന്നിങ്ങനെ ഓർത്ത് പെട്ടെന്ന് വെള്ളമൊന്നുമില്ല, മോട്ടറും ഇല്ല, എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. ഞാൻ ഓർത്ത് എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്താണെങ്കിലും ഉടമ്പടിയുടെ പ്രാർത്ഥന തുടങ്ങാൻ പോണേണെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ വീട്ടിൽ കറണ്ട് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാന പൈസക്ക് ഞങ്ങൾ ഈ കൃപാസനത്തിലെ പേപ്പർ കൊടുക്കണം. എനിക്ക് യാത്ര ചെയ്യാനുള്ള പൈസ പോലുമില്ല. അങ്ങനെയുള്ള സമയത്താണ് ഒരു മാമോദിസ വരികയും ഞങ്ങൾ പള്ളുരുത്തിയിൽ നിന്ന് വൈപ്പിലാണ് മാമോദിസ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയായിട്ട് ഞങ്ങൾ പോണേണ്. അപ്പോൾ ഒരു പൊതി ചോറും ഒരു വെള്ളവും കുപ്പിയും മേടിച്ചിട്ട് ഞങ്ങൾ ഈ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കണ നേരത്ത് റൊസാരിയോടെ അവിടെ വെച്ച്, തോപ്പുംപടി റൊസാരിയോൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ ഒരു അമ്മച്ചീനെ കാണണേണ് റോഡ് സൈഡിൽ ഇരിക്കണത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് അവരെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആദ്യം എനിക്ക് തോന്നിയില്ല കൊടുക്കാനായിട്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇവരുടെ മുമ്പിൽ കൂടി പോയപ്പോഴത്തേക്കും ഞാൻ കാണുന്നത് ഇവർ കൈ പൊക്കിയപ്പോഴത്തേക്കും വയറിൻ്റെ ഭാഗത്തായിട്ട് പൊള്ളിയ പോലെ ഇരിക്കണത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോണത് എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചപ്പോഴത്തേക്കും ഞാൻ റോട്ടിൽ നിൽക്കണ നേരത്തെ എനിക്ക് വണ്ടി ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പോഴത്തേക്കും ഞാൻ മാതാവേ എന്ത് ചെയ്യും, ഇത് ക്രോസ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് അവരുടെ അടുത്ത് അത് ഭക്ഷണപ്പൊതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ കൃപാസന പേപ്പർ കൊടുത്ത് അവരുടെ വയറിൻ്റെ അവിടെ ബെൽറ്റ് ഇട്ട് വെച്ചേക്കണമായിരുന്നു. ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞ് ഇത് വെച്ചോട്ടെ, എല്ലാ കാര്യവും മാറും, കുഴപ്പമില്ല, ശരിയാകും എല്ലാം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും അതുവരെ അത്ര തിരക്കിന് വന്ന വണ്ടികൾ എനിക്ക് വഴിമാറി തന്നെ, എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വഴിമാറി ഇവിടെ നിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ നിൽക്കുന്നു, അവിടെ നിന്ന് വരുന്ന വണ്ടികൾ അവിടെ നിൽക്കുന്നു. ഇത്രയും ഭാഗത്തോളം എനിക്ക് വണ്ടികൾ മാറി തന്നെ എനിക്ക് ഒരാൾക്ക് മാറാൻ വേണ്ടി. ഞാൻ നേരെ നോക്കുന്നത് എൻ്റെ ഭർത്താവും കൊച്ചും ബൈക്കിൽ അപ്പുറത്തിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പേപ്പർ കൊടുക്കാൻ വേണ്ടി നിൽക്കണ നേരത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമുക്ക് മഴയൊന്നും കൊള്ളൂല ചേട്ടാ നോക്കിക്കോ, ഈ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, എനിക്കൊരു അപേക്ഷയുള്ളൂ, വേറൊന്നുമല്ല, ഈ കൃപാസനത്തിലെ പേപ്പർ നനയാതെ എത്തേണ്ട കൈകളിൽ എത്തണം, അതുവരെ മഴ ഉണ്ടാവരുത്, അത് കഴിഞ്ഞ് ഇനി മഴ വന്നാലും ഞാൻ മഴ കൊണ്ടോളാം, ഞാൻ നനഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ബോട്ട് ജെട്ടിയിൽ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ബോട്ട് ജെട്ടിയുടെ അവിടെ വന്ന് നിന്ന് ഞാൻ എല്ലാവർക്കും പേപ്പർ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തമിഴായിട്ടുള്ള ഒരാൾക്കാരെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്കവർ തമിഴരാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ പേപ്പർ കൊണ്ടുപോയിട്ട് നീട്ടി, ഇത് കൃപാസനത്തിലെ പേപ്പറാണ്, ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, നല്ല അത്ഭുതമുള്ള പള്ളിയാണ്, ഞാനും എൻ്റെ കൊച്ചും അവിടുത്തെ സാക്ഷികളാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് തമിഴിലാണ് ഇങ്ങോട്ട് പറയുന്നത്. ഞങ്ങൾക്ക് മലയാളം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത പേപ്പർ അവരെൻ്റെ അടുത്തോട്ട് തിരിച്ച് നീട്ടിയിട്ട് എൻ്റെ കയ്യിലോട്ട് തന്ന്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം എനിക്ക് ഭാഷ അറിയാൻ പാടില്ലല്ലോ, ഞാൻ കൊടുത്ത പേപ്പർ അവർ എനിക്ക് തിരിച്ച് തന്നല്ല എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടമായി. പക്ഷേ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഞാൻ അവരോട് തമിഴ് പറയണേണ്. എൻ്റെ തമിഴ് കേട്ടിട്ട് അവർ എനിക്ക് തിരിച്ചു തന്ന പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ചിട്ട് അവരവരുടെ നെഞ്ചോറ് ചേർത്ത് വെക്കണതാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ കുറേ മുസ്ലിം ആയിട്ടുള്ള, അതായത് അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലോട്ട് ഞാൻ പേപ്പർ കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്കും അവർ 2 കൈകളും നീട്ടി പേപ്പർ മേടിക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ ചെങ്കാറിലോട്ട് പോകുന്ന സമയത്ത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിലോട്ട് പോകുന്ന സമയത്ത് വൈപ്പിൽ മഴയുണ്ട്, പക്ഷേ ഇവിടെ മഴയില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായി. കാരണം എൻ്റെ കയ്യിലെ പേപ്പറുകളെല്ലാം തീർന്നു. ഞാൻ അങ്ങനെയുള്ള പറഞ്ഞേക്കുന്നത്, എൻ്റെ പേപ്പർ തീരുമ്പോഴത്തേക്കും മഴ വന്നോ ഞാനത് കൊണ്ടോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാൻ അപ്പുറത്തെ കരയിലോട്ട് എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു മഴ പോലും ഇല്ല.
അതുപോലെ അവിടുന്ന് ഇവിടം വരെ ഞങ്ങൾക്ക് മഴ കൊള്ളേണ്ട യാതൊരുവിധ ഇതും വന്നില്ല, ഒരു നനയേണ്ടത് പോലും വന്നില്ല. അതുപോലെ ഭർത്താവിനാണെങ്കിൽ 7 മാസമായിട്ട് വർക്കില്ലാത്തത് കൊണ്ട് വല്ലാത്ത വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും പള്ളിയിൽ പോകാൻ വിളിച്ചാലും ഒന്നും വരില്ലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച്, മാതാവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചതുപോലെ ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. ഒരിടക്ക് പ്രാർത്ഥന ചെല്ലുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷേ പകുതി വെച്ചിട്ട് എൻ്റെ പ്രാർത്ഥനകളും പള്ളിപ്പോക്കും ഒക്കെ നിന്ന് എന്നെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്നത്, തിരിച്ച് വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്നത് എൻ്റെ മകനിലൂടെയാണ്. അതുപോലെ എൻ്റെ ഭർത്താവിനും വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ എന്നിലൂടെ തന്നെ കൊണ്ടുവന്നേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് ഇട്ടിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ജൂൺ 1 തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കാനായിട്ട് പറ്റണേ, ഉയർന്ന സാലറിയോടുകൂടി തന്നെ പ്രവേശിക്കാൻ വേണ്ടി പറ്റണേ എന്നുള്ള രീതിയിലാണ് വെച്ചത്. 1-ാം തീയതി ആയിട്ടും 28-ാം തീയതി ആയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു ഡേറ്റ് ഓർമ്മ വന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ചേട്ടാ ഇങ്ങനെ 28-ാം തീയതി ആകുമ്പോഴത്തേക്കും നോക്കിക്കോ, എന്താണെങ്കിലും അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞ്. പക്ഷേ അന്ന് തന്നെ ഞാൻ പള്ളിയിലെ വികാരിയച്ഛനോടും ചെന്നിട്ട് പറഞ്ഞ്, അച്ഛാ 28-ാം തീയതി ഞങ്ങൾക്കൊരു പെട്ടെന്നൊരു അത്ഭുതം നടക്കും, അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് അത് ഞാൻ നടന്ന് കഴിയുമ്പോഴത്തേക്കും പറയാമെന്ന് പറഞ്ഞ്. അപ്പോൾ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞ് അത് നടന്നില്ലെങ്കിലാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നടക്കും, എന്താണെങ്കിലും നടക്കും, ഞാൻ അപ്പോഴേ അച്ഛനോട് വന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞു. 28-ാം തീയതി നടന്നില്ല, 29-ാം തീയതി നടന്നില്ല, 30-ാം തീയതി നടന്നില്ല, 31-ാം തീയതി നടന്നില്ല. ബാക്കി വീടിന് പുറത്തുള്ള ആൾക്കാർ എന്നോട് എന്ത് പറഞ്ഞിട്ടും എല്ലാ കാര്യവും പറയുമ്പോഴും അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ വീടിൻ്റെ അകത്ത് മാത്രം ഒന്നും നടക്കണില്ല. ആകെ വല്ലാത്തൊരു പിരിമുറുക്കം. ഭർത്താവിനാണെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ട ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഇത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് എൻ്റെ കയ്യിലുള്ളത്. ദൈവമേ എന്ത് ചെയ്യും? എന്നാലും ഞാൻ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഞാൻ ഉടമ്പടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റ് എടുത്തിട്ട് ഞാൻ കൊണ്ടുപോകാനുള്ള ബാഗിൽ വരെ എടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് ജൂൺ 1-ാം തീയതി എന്തായാലും നടക്കും. പക്ഷേ എനിക്ക് ഈ ദിവസങ്ങളിലൊന്നും വികാരി അച്ഛനെ പള്ളിയിൽ കാണാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ മനസ്സുകൊണ്ട് അച്ഛനോട് ചെന്നിട്ട് പറയാം, അച്ഛാ എന്താണെങ്കിലും നടക്കും, ഞാൻ എന്താണെങ്കിലും വന്ന് അച്ഛനോട് പറയാമെന്ന് പറഞ്ഞ് നേർന്നു. പക്ഷേ അച്ഛൻ എനിക്കിതുവരെ ആ സമയങ്ങളിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. 1-ാം തീയതി ആയപ്പോഴത്തേക്കും, ജൂൺ 1-ാം തീയതി ആയപ്പോഴത്തേക്കും തമിഴ്നാട് കോയമ്പത്തൂരിലുള്ള ഒരു വലിയൊരു കമ്പനിയിൽ നിന്ന് അവിടുത്തെ ഡയറക്ടർ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞ്, ജോലി ശരിയായി, അപ്പോയിൻമെൻറ്റ് ഓർഡർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോണേണ്, 12-ാം തീയതി തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് 3-ാം തീയതി ആയപ്പോഴത്തേക്കും അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്ന്. അതുവരെ ഞാൻ ഭർത്താവിനോട് കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി വിളിക്കുമ്പോഴത്തേക്കും എന്നോട് ഇങ്ങോട്ട് പറയണത്, നീ എന്നോട് ഇങ്ങോട്ട് വിളിക്കല്ലേ, കാരണം നീ ഓരോ പ്രാവശ്യം എന്നോട് വന്ന് വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് തന്നെ പാപമായിട്ട് മാറണേണ്. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഞാനിനി എന്താ ചെയ്യേണ്ടത്, വിളിക്കണ്ടേ എന്ന് പറഞ്ഞിരിക്കണ നേരത്ത് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നപ്പോൾ ആൾക്ക് ശരിക്കും വിശ്വാസമായി. ആൾ എന്നോട് ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് തിരികത്തേക്ക് പ്രാർത്ഥന ചെല്ലാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലാം. അങ്ങനെ 1 തൊട്ട് 5 വരെയുള്ള രഹസ്യങ്ങൾ പാട്ടിൻ്റെ രൂപത്തിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് നിന്ന് പ്രാർത്ഥന ചെല്ലണേണ് കാണുന്നത്. ഞായറാഴ്ച ദിവസം, അതായത് വിശുദ്ധ കുർബാനയുടെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോയി കുർബാന കൂടി അങ്ങനെ നിൽക്കണേണ്. അപ്പോൾ ഈ 3-ാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ തിരി തീരാറായി. എൻ്റെ കയ്യിലുള്ളത് അന്നുള്ളത് 420 രൂപയാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ 1 മണി അരി പോലും ഇല്ല അന്നത്തേക്ക്. അപ്പോൾ എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ തിരി മേടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ കയ്യിലുണ്ടായിരുന്ന 420 രൂപയായിട്ട് ഞാൻ ഇങ്ങോട്ട് ബസ് കയറുന്നതാണ് ഒറ്റക്ക്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അറിയണത് ഞാൻ ഉടമ്പടിയുടെ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തിരിയും കിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാനിവിടെ വന്നിരിക്കണേണ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല, ഞാൻ ഇനി എങ്ങനെ വരും, തിരിച്ച് ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്താണെങ്കിലും അതെ, ഞാൻ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും, അതായത് 4-ാം തീയതി ആകുമ്പോൾ ഞാൻ എന്താണെങ്കിലും ഇവിടെ വരും, ആരോട് ചോദിച്ചിട്ടാണെങ്കിലും ഞാൻ ഇവിടെ വരും എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോണേണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടണേന് അന്നത്തെ ദിവസമാണ്, ഇത് രാവിലെയാണ് ഇവിടെ വന്നത്. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് എത്തണേന് മുമ്പ് പൂങ്കാവെന്നും പറഞ്ഞ് എഴുതിയേക്കുന്ന ബോർഡിൻ്റെ മലയാളമാണ് എഴുതിയേക്കണത് പൂങ്കാവ്, അതിൻ്റെ താഴെ തമിഴെന്നും പറഞ്ഞ് എഴുതിയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ഇതെന്താ 2 ലാംഗ്വേജേ ഉള്ള, ഇംഗ്ലീഷില്ലേ? അപ്പോൾ എനിക്കൊരു അടയാളം കിട്ടി. അപ്പോൾ ഞാൻ ഓർത്ത്, മാതാവേ ഈ ജോലി, അതായത് ഹസ്ബൻഡിൻ്റെ ജോലി കിട്ടണമെങ്കിൽ എനിക്ക് ഒരു അടയാളവും കൂടി കാണിച്ചു തന്നെ എന്നും പറഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കും പിന്നീട് ഞാൻ വരുമ്പോൾ ഒരു വലിയ ബോർഡിൽ തിരുവിഴാന്നും പറഞ്ഞ് ഇംഗ്ലീഷിൽ എഴുതിയേക്കണം. അപ്പോൾ എനിക്ക് പിന്നെയും മനസ്സിലായി തമിഴിൻ്റെ ഇതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു 3-ാമത്തെ അടയാളം കൂടി എനിക്ക് കാണിച്ചു തന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക്
എനിക്ക് തന്നില്ല. ഞാൻ ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് ബസ് കയറാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ഒരു കൂട്ടം തമിഴ് ആൾക്കാർ എൻ്റെ മുമ്പിൽ വന്നിട്ട് ബസ് കയറാൻ വേണ്ടി നിൽക്കണേണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതായത് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി പോണേണെന്നുള്ളത്. അന്ന് വൈകുന്നേരം 8:30 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഭർത്താവിന് വരുന്നത്. അതും ഉയർന്ന സാലറിയിൽ. ഭർത്താവിന് 12-ാം തീയതി ഭർത്താവ് ജോലിക്ക് കയറി തമിഴ്നാട് കോയമ്പത്തൂരിലുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയിൽ സീനിയർ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അതിൻ്റെ കൂടെ തന്നെ 4-ാം തീയതി, അതായത് ഞാൻ 4-ാം തീയതി ഇങ്ങോട്ട് വരാമെന്നാണ് നേർന്നത്. 4-ാം തീയതി ഞാൻ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചച്ഛൻ വന്നിട്ട് എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, അത് നമ്മുടെ കോൺവെൻറ്റ് സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട്, ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റാണ്, നിനക്ക് പറ്റുമെന്നാണെങ്കിൽ നീ ഒന്ന് ചെന്ന് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായി. കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കണം, എൻ്റെ തടസ്സങ്ങളെല്ലാം മാറണം, ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് പെട്ടെന്നുണ്ടായി. ഞാൻ അവിടെ ചെന്ന് ഇപ്പം ഞാൻ അവിടെ ജോലിയിൽ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ കുടുംബം ശരിക്കും പറഞ്ഞാൽ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒരു അത്രയും ഇതുകൊണ്ടിട്ടാണ്, ആ ഒരു പവിത്രത കൊണ്ടിട്ടാണ് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടത്. അതുമാത്രമല്ല, കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഇവിടെ നിന്ന് കിട്ടി. അതായത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് ഇവിടുത്തെ ബ്രദർ എല്ലാവർക്കും വചനങ്ങൾ പറഞ്ഞു കൊടുത്ത്, അതായത് യാത്രാ സുരക്ഷിതത്വം, പിന്നെ തടസ്സങ്ങൾ മാറാനായിട്ട്, രോഗശാന്തി കിട്ടാനായിട്ട്, അങ്ങനെ പലവിധ തരത്തിലുള്ള ഹെഡിങ്സ് വരുന്ന ഓരോ വചനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാനതെല്ലാം എൻ്റെ കൈകൊണ്ട് ബുക്കിൽ എഴുതി എല്ലാവർക്കും ഞാനത് പകർന്നു കൊടുത്ത്, ദൈവവചനം പകർന്നു കൊടുത്ത്. ഇപ്പോൾ മനസ്സിന് തന്നെ ഒരു ആശ്വാസമാണ്. എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി എടുക്കാതെ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉടമ്പടി എടുത്ത് നോക്കണം. ഇത് എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും ജീവിതത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. ആ ഒരു ഇത് നിങ്ങളത് അതിലൂടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളും മാത്രമല്ല, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി പറ്റുന്നു. അതുവരെ എന്നെ നോക്കി പുച്ഛിച്ച് അല്ലെങ്കിൽ റോട്ടിൽ കൂടി പോകുമ്പോൾ എന്നെ നോക്കാത്ത ആൾക്കാർ പോലും ഇങ്ങോട്ട് വന്ന് എന്നോട് മിണ്ടണ്, എന്നോട് സംസാരിക്കണ്, സുഖമാണോ മോളെ എന്ന് ചോദിക്കണ്. ഉടമ്പടി എടുത്ത ആൾക്കാർ വരെ എന്നോട് വന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർ എന്നോട് വന്നിട്ട് പറയണ്, നിൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നുമില്ലാതിരുന്നേച്ചാൽ, അതായത് ഒരു 0 ആയിട്ട് നിന്നേച്ച ആളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കും അത്രയും കാര്യങ്ങൾ ലഭിച്ചത് കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വിശുദ്ധിയിലും അതുപോലെ തന്നെ ഉടമ്പടിയും ആയതുകൊണ്ടിട്ടാണ്. പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന, അതായത് സെക്യൂരിറ്റി ചേട്ടന്മാർ തൊട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും പൂർണ്ണ ആയുസ്സും ആരോഗ്യം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യമായിട്ട് പറയുമ്പോൾ അതിൽ ഇങ്ങനെ ഹൃദയം നിറഞ്ഞ് പറയുമ്പം അതിൽ വ്യക്തമായിട്ട് അവസാനം ഒരു ചുരുക്കത്തിൽ പറയുകയും ചെയ്ത്, പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യക്ഷണത്തിൻ്റെ അനുഭവം ഒരു കുടുംബത്തെ മുഴുവൻ എങ്ങനെയാണ് വിശുദ്ധീകരിച്ചതെന്ന്, അത് ഒരാളുടെ ഉടമ്പടിയിലൂടെ ഒരു കുടുംബവും ഒരുപക്ഷെ ആ പ്രദേശവും ഉൾപ്പെടെ പരിചയപ്പെടുന്നതിനുൾപ്പെടെ വലിയൊരു അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ മകൻ്റെ സൗഖ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയോഗമായിട്ടാണ് ഇവിടെ വന്നതെങ്കിലും ആ നിയോഗത്തിന് ശേഷവും മറ്റൊരുപാട് കാര്യങ്ങളിൽ പ്രകടമായിട്ട് ഒരനുഭവം ഉണ്ടായി എന്നുള്ളതും, ഒരുപക്ഷെ കൂടുതൽ സമയം പറഞ്ഞത് മാതാവ് എന്തോ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച മാനദണ്ഡങ്ങളും പ്രാർത്ഥിച്ചതും, അതിനകത്ത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യങ്ങൾ മാത്രം നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവം ഒരു കൺസോളിങ് ആണെങ്കിൽ ഒരു അനുഭവം കിട്ടുന്നതായിട്ട് സാക്ഷ്യത്തെ പ്രാർത്ഥനയോടെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും അപ്പുറം പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെ നന്മയും അല്ലെങ്കിൽ തിക്താനുഭവങ്ങളും ഒക്കെ പല സാക്ഷ്യത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കൺസോളിങ്ങും ഒരു ദൈവാനുഭവയുടെ ജീവിതത്തിൽ അപ്പോൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ അത് പറയണത്, അത് പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പം ഒരു പറ്റാത്തൊരു ലാംഗ്വേജ് ആണെങ്കിൽ പോലും അതുപോലും പറഞ്ഞ് ആ പത്രം അവർക്ക് കൊടുത്തു എന്നുള്ളതും, പിന്നീട് പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കുമ്പം ഞാനവിടെ ചെല്ലുന്നത് വരെ ഈ മഴ പെയ്യരുത് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കുന്നൊരു കാര്യമാണ്. നമുക്കറിയാം വെളിപാടിൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിലും പ്രവാചകന്മാർ മഴ പെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുകയും അത് തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്യുന്നതും, അല്ലെങ്കിൽ തന്നെ സങ്കീർത്തനം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് വാനവിധാനം അവിടുത്തെ മഹത്വത്തെ വിളംബരം. അപ്പം പ്രകൃതി വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് അടയാളങ്ങൾ നൽകും എന്നുള്ളത് വലിയ സത്യമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നക്ഷത്രം തൂക്കുന്ന പോലും പ്രകൃതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം ജനിച്ചു എന്നുള്ള സാന്നിധ്യം പ്രകൃതി പ്രഘോഷിച്ച രീതിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ മാത്രം നിങ്ങൾ കേൾക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. കാരണം സാക്ഷ്യങ്ങളിലൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ സാമ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഉടമ്പടിയാണ് എടുക്കുന്നതെങ്കിൽ വ്യത്യസ്ത അനുഭവങ്ങളാണെങ്കിലും ഒരാൾ തന്നെയാണല്ലോ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മാർക്കിടുന്നതും അനുഭവം നൽകുന്നതല്ല. അപ്പം
അങ്ങനെ വ്യക്തമായിട്ട് അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ കുറവിൽ നിന്ന് ഒരു കുടുംബത്തിൽ മുഴുവൻ പ്രാർത്ഥന ഉണ്ടാകുന്നു, അനുഭവം ഉണ്ടാകുന്നു, ജോലി ലഭിക്കുന്നു. അപ്പം ഇങ്ങനൊരു റീസെറ്റിൽമെൻറ്റ് ഒരു കുടുംബത്തിൽ ഒരു 0 മെറിറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് നമ്മളാരും വിശ്വസിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ബോധ്യവും സ്ഥിരീകരണവും അടയാളങ്ങളിലൂടെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഇനിയും വലിയ ദൈവാനുഭവങ്ങൾ പറയുവാനായിട്ട് ഈ വ്യക്തിയെ ദൈവം ഇടവരുത്തട്ടെ എന്നും അപ്പോൾ വ്യക്തി നടക്കുന്ന സാഹചര്യത്തിലും ഈ മകൾ തന്നെ പറയുന്നുണ്ട്. പണ്ട് ഇപ്പോൾ ദൈവം നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ദൈവം മനസ്സിലാക്കി തരും എന്നുള്ളത്. അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലെന്നല്ല. പക്ഷേ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ പോലും നമ്മുടെയൊക്കെ പെരുമാറുന്ന രീതിയും നമുക്ക് വരുന്ന രീതികളും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് പറയുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻ ദൈവം നടത്തും. അത് വിശ്വാസത്തോടെ നിൽക്കുന്നവർക്ക് അത് ക്ലിയർ ആവുകയും ചെയ്യും, ബോധ്യപ്പെടുകയും ചെയ്യും. സാക്ഷ്യം പറയാനായിട്ട് അവർക്ക് വലിയ ബോധ്യം ലഭിക്കുക. പ്രത്യേകിച്ച് സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം